നമസ്കാരം എല്ലാവർക്കും. ഞാനിപ്പോൾ ഷാർജയിൽ ഇപ്പോൾ ഞാൻ ഷാർജ ടാക്സിയിൽ പോയിക്കൊണ്ടിരിക്കലാണ്. പോകുന്നത് വേറെ എവിടെയല്ല, നമ്മുടെ സ്വന്തം ജുബൈൽ ബസ് സ്റ്റേഷനിലേക്കാണ്, മച്ചി മാർക്കറ്റ് ബസ് സ്റ്റേഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ 2015-16 സമയത്തൊക്കെ ഞാനിവിടെ താമസിക്കും. സ്ഥിരമായിട്ട് ഞാൻ ഉപയോഗിച്ചിരുന്ന ഒരു ബസ് റൂട്ടാണിത്, ഷാർജ ടു ദുബായ്, ഷാർജ ടു അൽസഫ്കയിലേക്ക്. ഷാർജ എന്ന് പറയുമ്പം ട്രാഫിക് എന്നതിന് അർത്ഥം കേട്ടോ. ഇവിടുന്ന് ചെറിയ ട്രാഫിക് ബ്ലോക്ക് തുടങ്ങി കറങ്ങിത്തിരിഞ്ഞ് ഇപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് 2 കിലോമീറ്റർ ഓടാൻ ഓൾമോസ്റ്റ് 11 ദിർഹംസിൻ്റെ അടുത്ത് ഇപ്പം എനിക്ക് മീറ്റർ കാണാൻ പറ്റും. അതിങ്ങനെ കൂടി വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അവിടെ ഇവിടെയൊക്കെ കട്ടക്ക് ട്രാഫിക് കേട്ടോ. എങ്ങനെ നമ്മളിത് ഫിഷ് മാർക്കറ്റിൻ്റെ അടുത്തെത്തിരിക്കുകയാണ്. ഫിഷ് മാർക്കറ്റ് കാണാത്തവർക്ക് ഇത് ഫിഷ് മാർക്കറ്റ്, മീൻ വെക്കുന്ന മാർക്കറ്റ് അപ്പുറം ഉണ്ട്, പക്ഷേ ഇത് ഫിഷ് മാർക്കറ്റ് ബസ് സ്റ്റേഷൻ കേട്ടോ. കാർഡ് ബയ്യ 15 ദിർഹംസാണ് ആയത്. 11 ദിർഹംസാണ്. അതിൽ 3 ദിർഹംസ് ഫ്ലാഗ് ഡൗണിൻ്റെ ഒരു സാധനമുണ്ട്. അപ്പോൾ 15.25 ചാർജ് വരുന്നത്. ഇത് ഈ ആപ്പിൾ പേ ഉണ്ട്. ഈ ആപ്പിൾ പേ ആണ് ഞാൻ ഇവിടെ പേയ്മെൻറ്റിന് ഉപയോഗിക്കുന്നത്. പക്ഷേ എന്താ സംഭവിച്ചാൽ കഴിഞ്ഞ ദിവസങ്ങളൊന്നും ആപ്പിൾ പേ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ബസ്സിലൊന്നും ആപ്പിൾ പേ ഒന്നും വർക്കാകുന്നില്ല. താങ്ക് യു ഭയ്യ, താങ്ക് യു. ആയേക്കാം, ഡോണ്ട് വറി. ഓക്കെ ഭയ്യ. നമുക്കൊരു മലയാളിനെ കിട്ടി. എന്താണ് പേരെന്താ ബ്രോ പറഞ്ഞു? എന്ത് പരിപാടി ഇവിടെ? ഇവിടെ ഇങ്ങനെ വിസിറ്റിങ്ങിന് വന്നതാണ്. ഓ, ജോലി അന്വേഷിച്ച് വന്നതാണ്. എന്ത് ജോലിയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്? മൊബൈൽ ഷോപ്പിൽ നിന്നിട്ടാണ് പരിചയം. ഓക്കെ, എന്നിട്ട് എവിടെയെങ്കിലും ഇന്റർവ്യൂവിന് പോകാൻ പറ്റുമോ? ഇതാ ഇന്റർവ്യൂ കഴിഞ്ഞ് വരികയാണ്. എവിടെ? ദുബൈയിലാ? അല്ല, ഇവിടെ അജ്മാനിൽ ഇന്റർവ്യൂ കഴിഞ്ഞ് വരികയാണ്. കിട്ടോ? അത് ഓക്കെയാണ്, പക്ഷേ സാലറി കാര്യങ്ങൾ, പാക്കേജ് കാര്യങ്ങൾ നമുക്ക് ഒത്തു വരുന്നില്ല. അടിപൊളി. അത് പണി അറിയുന്ന ആൾക്കാർ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. ഹാപ്പി. ഓക്കെ, താങ്ക് യു ബ്രോ. ഒരുപാട് ഓർമ്മകളില്ല ബസ് സ്റ്റാൻഡ്. എന്താ രസമല്ലേ ആ ഡബിൾ ഡെക്കർ ബസ്സും അതിൻ്റെ ഉള്ളും കാര്യങ്ങളും ഞാൻ കാണിച്ചു കേട്ടോ. എന്താ വരുന്നൊരു ബസ്. പിന്നെ ഇവിടുത്തെ ബസ്സുകൾ അധികം മലയാളികളാണ് ഡ്രൈവർമാർ. അതൊരു രസമായിരിക്കും. ഇതെങ്ങോട്ടേ പോകണത്? ബോർഡ് വെച്ചിട്ടില്ല, ഇപ്പം ബോർഡ് ഇടും. എനിക്ക് പോകേണ്ട ബസ് വന്നിരിക്കുകയാണ്. ബസ് കയറട്ടെ. യു ഗോ ടു കറാമ? Can I pay by card? Cash only? He said I can pay in card. This Dubai is Sharjah bus. So Dubai bus also coming to Karama? No. Only Sharjah bus. You need to go Dubai or then take another bus to Karama. So which bus You is? go direct Karama. So which one? So how much you charge? 12. So which bus to Dubai? Take mobile take. You need to go Max after take Allah. You go Etihad, I need take Max and take Satwa. ഷാർജ ബസ്സിൽ കയറിയിട്ട് പിന്നെ ശശിയായി. കാരണം ഷാർജ ബസ്സിൽ ക്യാഷ് മാത്രം എടുക്കും, കാർഡ് എടുക്കില്ല. ദുബായ് ബസ്സിൽ മാത്രമേ കാർഡ് എടുക്കുന്ന അവർ പറഞ്ഞത്. അപ്പോൾ ദുബായ് ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ രാവിലെ എയർപോർട്ടിൽ ഇറങ്ങി ഞാൻ റൂമിലേക്ക് പോകാൻ എനിക്ക് 10 രൂപ ടാക്സിയോ. ഞാൻ ടാക്സി പൈസ ലാഭിക്കാൻ വേണ്ടി നേരെ പോയിട്ട് ബസ്സിൽ കയറാൻ വേണ്ടി നിന്നു. കാരണം ബസ് സ്റ്റേഷൻ്റെ അടുത്താണ് എൻ്റെ റൂം. ബസ്സിൽ കയറി കാർഡ് ടാപ്പ് ചെയ്യാൻ നോക്കുമ്പോൾ അവർ പറഞ്ഞു കാർഡ് ടാപ്പ് ചെയ്യാൻ പറ്റില്ല, പൈസ തന്നെ വേണം. അങ്ങനെ കഷ്ടപ്പെട്ട് നിൽക്കുമ്പോൾ നമ്മൾ അവിടെ കാർഗോ സെക്ഷനിൽ വർക്ക് ചെയ്യുന്ന നൗഫലൊക്കെ ഉണ്ട്. അതുപോലെ അവിടെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നൊരു ഷാംബ്രോ ഉണ്ട് ഷാർജ എയർപോർട്ടിനകത്ത്. അവരെ വിളിച്ചു. അവർ രണ്ടുപേരും ഹെൽപ്പ് ചെയ്ത്. പുറത്തൊരു ബിരിയാണിക്കാരൻ്റെ ചായക്കടയുണ്ട്. പുള്ളിയുടെ അടുത്തൊരു 10 ദിർഹംസ് എനിക്കൊരു കടം വാങ്ങി തന്നു. ആ കടം വാങ്ങിയ പൈസയും കൊണ്ട് ഞാൻ ബസ്സിന് ടിക്കറ്റ് എടുത്ത് വന്നു. നിങ്ങൾ ആലോചിച്ചൊക്കെ, 10 ദിർഹംസ് ഇല്ലാണ്ട് ഞാൻ ഷാർജ എയർപോർട്ടിന് പുറത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തു. അടിപൊളിയല്ലേ? ഇവിടുന്ന് കറാമയിലേക്ക് പോകുന്ന എല്ലാ ബസ്സുകളും ക്യാഷ് മാത്രമാണ്, കാർഡില്ല എന്ന് പറഞ്ഞത്. അപ്പം ഞാൻ എൻ്റെ പ്ലാൻ മാറ്റി യൂണിയനിൽ പോയിട്ട് അവിടെ നിന്ന് മെട്രോയിൽ പോകും. അതാണ് ബെറ്റർ. അപ്പോൾ ഈ ബസ് യൂണിയൻ ബസ്സാണ്. കയറാം. ഇല്ല, വീണ്ടും ശശിയായി. പാഠം 1 ഒരു വിലാപം എന്ന് പറയുന്ന പോലെ ഒരു വിലാപമാണ് ഇപ്പോൾ നടക്കുന്നത്. കാരണം ഈ റോൾ ഔട്ട് ടെർമിനലിൽ നിന്ന് നമുക്ക് ബസ് കയറണമെന്നുണ്ടെങ്കിൽ ക്യാഷ് തന്നെ വേണം, കാർഡില്ല. നമ്മുടെ ദുബൈയിലൊക്കെ ആണെങ്കിൽ നമ്മൾ എവിടെ പോയാലും നമുക്ക് ആപ്പിൾ പേ ഉണ്ടെങ്കിൽ കാര്യം നടക്കും. എവിടെയാണെങ്കിലും, അവിടെ കാർഡാണെങ്കിലും എവിടെയാണെങ്കിലും, ഇവൻ നമുക്ക് എന്തെങ്കിലും പാർക്കിങ്ങിൻ്റെ ആണെങ്കിലും എന്ത് തേങ്ങയാണെങ്കിലും നമുക്ക് ആപ്പിൾ പേ ഉണ്ടെങ്കിൽ നമ്മൾ കാര്യങ്ങൾ നടക്കും. പക്ഷേ ഷാർജയിൽ എത്തിയപ്പോൾ എൻ്റെ ഒരു ഡിഫറൻ്റ് ആയി. ഇപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടോ, ഒരുപാട് ബസ്സുകളുണ്ട്. പക്ഷേ ഈ ഒരു ബസ്സിൽ പോലും കയറാൻ നമുക്ക് ക്യാഷ് ഇല്ല. ഇപ്പോൾ ദുബൈൻ്റെ RTA ബസ് അവിടെ കിടക്കുന്നുണ്ട്. RTA ബസ്സിന് RTA കാർഡ് ഉണ്ടെങ്കിൽ RTA ബസ് കയറും. ദുബായ് RTA ആണ്. പക്ഷേ ദുബായ് RTA കാർഡ് പർച്ചേസ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ആ കാർഡ് റീചാർജ് ചെയ്യണമെങ്കിലോ ആ കിടക്കുന്ന കൗണ്ടറിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ക്യാഷ് കൊടുത്തിട്ട് തന്നെ നമ്മൾ വാങ്ങണം.
അപ്പോൾ ഇത് മൊത്തത്തിൽ ഞാൻ രാവിലെ ഷാർജ എയർപോർട്ടിൽ പെട്ടതുപോലെ തന്നെ ഇപ്പം ഷാർജ റോള ടെർമിനലും ഈ ജുബൈൽ ബസ് സ്റ്റേഷൻ ടെർമിനൽ വിട്ടിട്ടുള്ളത്. ഇനിയിപ്പം ജബ 10 ദിറംസ് വായ്പ തരുമോ, 10 ദിറംസ് 12 ദിറംസ് വായ്പ തരുമോ എന്ന് ചോദിച്ചിട്ടിരിക്കണം എനിക്കും. ഓക്കെ, പ്ലാൻ ബി ഇട്ടിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, നമുക്കെന്തായാലും ബസ്സിന് പോകാൻ പറ്റില്ല. കാരണം നയാ പൈസയില്ല, കയ്യിലൊരു നയാ പൈസയില്ല. ദുബൈയിലേക്ക് ബസ്സിന് പോകാൻ നയാ പൈസയില്ല. അപ്പോൾ പ്ലാൻ ബി എന്താ വെച്ചാൽ, നിങ്ങൾ ദൂരെ കാണുന്ന ദോ ബിൽഡിംഗ് ഉണ്ടോ, വലിയ ബിൽഡിങ്, നീല കളർ ബിൽഡിങ്, അത് നമ്മുടെ സ്മാർട്ട് ട്രാവൽസ് അഫിക്കാൻ്റെ സ്മാർട്ട് ട്രാവൽസിൻ്റെ ഹെഡ് ഓഫീസാണ്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ അഫിക്കാൻ്റെ ഡ്രൈവറുണ്ട്, അവരെ വണ്ടിയുണ്ട്, അവരെന്നെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സോ അവൻ അവിടെ റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. അവൻ ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞത്, പക്ഷേ ഞാൻ അത്രയും ദൂരം അങ്ങോട്ട് നടക്കാറ് വെച്ചിട്ട് ഞാൻ നടന്നു പോകുന്നുണ്ട്. ലൈഫിൽ എന്തൊക്കെ ലെസൺസ് അല്ലേ ഞാൻ ആലോചിക്കുന്നത്. അപ്പം ഞാൻ ഇപ്പോൾ കഷ്ടപ്പെട്ടു ഇവിടെ വന്നു, പിന്നെ എനിക്ക് അഫിക്ക ഉള്ളത് കൊണ്ട് ഒരുപക്ഷെ ഞാൻ ഇവിടെ എസ്കേപ്പായി കയറാൻ പറ്റാം. പക്ഷേ എത്ര മലയാളികൾ അല്ലേ സാമ്പത്തികപരമായിട്ടൊന്നും ഇല്ലാതെയും ഇൻഫർമേഷൻസ് ഇല്ലാതെയും മൊബൈലിൽ വിളിക്കാൻ ബാലൻസ് ഇല്ലാണ്ടും ഒക്കെ കഷ്ടപ്പെടുന്നുണ്ടാവും. ഞാനിപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ തന്നെ ഒരു ആഫ്രിക്കക്കാർ പെണ്ണ് എൻ്റെ മൊബൈൽ വാങ്ങി അവൾ ആരൊക്കെ വിളിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ മാക്സിമം മൊബൈൽ കൊടുക്കും. ആരെങ്കിലും കോൾ ചെയ്യാൻ വേണ്ടി വെച്ച് ഞാൻ കൊടുക്കും. ഈ രാജ്യത്താണ്, വേറെ പുറത്തൊരായത് കൊടുക്കില്ല. കാരണം അവർ നമ്മളെ മൊബൈൽ അടിച്ചു മാറ്റി കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ തീർന്നില്ലേ, പുറത്ത് കൊടുക്കില്ല കേട്ടോ, ഇവിടെ കൊടുക്കും. ഞാൻ പണ്ട് ഷാർജയിൽ താമസിച്ചുകൊണ്ടിരിക്കുമ്പം ഈ ജുബൈൽ ബസ് സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഇവിടുന്ന് ബുത്തിനേരെ നടന്നിട്ടുണ്ട് കേട്ടോ. എത്ര കിലോമീറ്ററൊക്കെ 4-5 കിലോമീറ്റർ ഉണ്ടാവും. രാവിലെയും വൈകുന്നേരം നടക്കാറുണ്ട്. കാരണം എനിക്ക് ദുബൈയിൽ റൂം റെൻറ്റ് കൊടുക്കാൻ പൈസ ഇല്ലാഞ്ഞിട്ട് ഞാനിവിടെ കാർണർ എടുത്താൽ കുറച്ച് 2-3 ദിവസം താമസിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് നടത്തുന്നത് തന്നെയാണ് നടത്തും. അപ്പോൾ നടത്തുന്നത് ഒരിക്കലും ഒരു ഉത്തരിയല്ല, നടക്കാൻ ഞാൻ റെഡിയാണ്. ഷാർജ ഓ ഷാർജ, ആ ബസ്സുകളിലൊക്കെ വന്ന് നോക്കി നല്ല രസമില്ലേ. ഓ അങ്ങനെ വണ്ടി വന്നിരിക്കുകയാണ്. മോൻ എൻ്റെ പേര് പറഞ്ഞു? ആസാദ് സ്മാർട്ട് ട്രാവൽസിലാണ് വർക്ക് ചെയ്യുന്നത്. അഫിക്കാൻ്റെ ഒക്കെ റൈറ്റ് ഹാൻഡാണ്. എത്ര വർഷമായി വർക്ക് ചെയ്യുന്നത് ഇവിടെ? 2 വർഷം. നാട്ടിലെവിടെയോ? കണ്ണൂരാണ്. ഓൻ എനിക്കറിയാം, കാരണം കഴിഞ്ഞ ദിവസം ഞാൻ എയർപോർട്ടിൽ പോകുമ്പം ഇവൻ എന്നെ ഹെൽപ്പ് ചെയ്തു കേട്ടോ. ഇപ്പം നിങ്ങൾ കണ്ടോ, പടച്ചവൻ്റെ കുതിരത്തുകൊണ്ട് നേരെ അപ്പുറം സ്മാർട്ട് ട്രാവൽസ് ഇപ്പുറം ഞാൻ കുടുങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതൊരു ഭയങ്കരമായ പ്രശ്നമാണ്. ഇനിയെങ്കിലും നിങ്ങൾ ആരെങ്കിലും ഷാർജയിൽ എവിടെയെങ്കിലും നിങ്ങൾ ബസ് കയറാൻ വരുന്നെങ്കിൽ പോക്കറ്റിൽ പൈസയായിട്ട് വരാം. ആപ്പിൾ പേയും കാർഡും ഒന്നും എടുത്തിട്ട് കാര്യമില്ല കേട്ടോ, കാരണം ഇവിടെ അക്സെപ്റ്റ് ചെയ്യില്ല. ഞാൻ കുടുങ്ങി, നിങ്ങൾ കുടുങ്ങാൻ പാടില്ല. പല സമയത്തും ഞാൻ കുടുങ്ങി മലന്ന് ഇപ്പം കണ്ടോ 1.5 മണിക്കൂർ ഞാനിവിടെ പോയി. 1.5 മണിക്കൂർ ഞാനിവിടെ ബസ് വെയിറ്റ് ചെയ്യാൻ നിന്നു. അതെൻ്റെ തെറ്റാണ്, കാരണം എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. ഞാൻ ഒന്നാമത് ബസ്സിന് പോകാറില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. അതെൻ്റെ കുറ്റാണ്. നിങ്ങളുടെ ഇനി വരുമ്പോൾ നിങ്ങളുടെ 1.5 മണിക്കൂർ നിങ്ങൾ ലാപ്സ് ആക്കണം കേട്ടോ. നമ്മളങ്ങനെ കരാമെത്തി കേട്ടോ. പിന്നെ ഞാൻ വരാവുന്ന ബസ് സ്റ്റാൻഡ്, അവിടെ നമ്മൾ ബസ് കയറണമെങ്കിൽ ഈ ബസ് സ്റ്റാൻഡിലേക്കായിരുന്നു വരേണ്ടത്. ഇതാണ് അൽ കരാമ ബസ് സ്റ്റാൻഡ്. ഇവിടെ ഞാൻ പണ്ട് വന്നിട്ട് റൂട്ട് അറിയാണ് നട്ടം തിരിഞ്ഞ് നമ്മൾ ഷംസിഖാനെ കാണാൻ വന്നപ്പം. പണ്ട് കാലത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഇപ്പം നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ അജ്മൽ ഖാൻ്റെ ഷോപ്പിലേക്കാണ്. അജ്മൽ ഖാൻ ഷോപ്പിനെ കുറച്ച് ഡ്രസ്സൊക്കെ മാറ്റണം, കാരണം നമ്മളൊരു പരിപാടിക്കാണ് പോകുന്നത്. അപ്പോൾ അജ്മൽ ഖാൻ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അജ്മൽ ഖാൻ ഫാൻസ്, നിങ്ങളൊന്ന് ശ്വാസം അടക്കി പിടിച്ച് വെയിറ്റ് ചെയ്യോ. ഇപ്പം എൻ്റെ വ്ളോഗിലേക്ക് അജ്മൽ ഖാൻ കടന്നു വരുന്നതായിരിക്കും. ലെഫ്റ്റ് മുത്തേ, ഇത് ആക്ച്വലി അജ്മൽ ഖാൻ്റെ ഷോപ്പാണ്. ക്ലിഫി വായിക്കൊള്ളത്തെ പേരൊക്കെയാണ്. അജ്മൽ ഖാൻ ഉള്ളിൽ അല്ല, ഇതാരാ? ഞാൻ വരുന്നില്ല എൻ്റെ പരിപാടിക്ക്. എനിക്ക് അടിപൊളിയാക്കില്ല, ഞാൻ വരില്ല. ഞാൻ ഇവരും കൂട്ടിയാണ് പരിപാടിക്ക് വേണ്ടത്. അടിപൊളി സ്റ്റോറാണല്ലോ. നിന്റെ സ്റ്റോറാ? കാര്യോ? അറക്കുന്ന പൈസയാ? എന്താണ് ഇത്? നിങ്ങൾ ഒരു സെക്കൻഡ് വ്യൂവേഴ്സിനോടാണ് നിങ്ങൾ നോക്കിയെന്ന് വെച്ചാൽ ക്യാമറ വാങ്ങിയിട്ട് മുതലായിട്ടോ വെളുത്തിട്ട് പാർന്നു പോനെ. മാഷല്ലാക്ക, ഞാനെന്നെ എന്നെ കണ്ണുകൊണ്ടേ ആവശ്യമില്ല. ഓഹോ, ഇതെന്താ അവസ്ഥ? ഞാൻ ആദ്യമായിട്ട് ഇവൻ്റെ ഷോപ്പിൽ വരുന്നത്, പക്ഷെ പുറത്തുനിന്ന് കാണുമ്പോൾ ബോർഡൊന്നും കാണുന്നില്ല. ഞാൻ വെച്ച് റൂട്ട് മാറിപ്പോയത്. ആണോ? തയ്ച്ചു തരും. തയ്ക്കുന്ന ആളുണ്ടോ? ഇവിടെ സ്റ്റിച്ചിങ് ഒക്കെ ഉണ്ട് കേട്ടോ. KGF में റോക്കി ബായ് അടിപൊളി. ഇതൊക്കെ ഇവർ ഉണ്ടാക്കുന്നതാ? അതെ, ഇവർ ലൈവായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. മുകളിൽ കണ്ടേക്ക് മനസ്സിലാവും. ഇത് ലേഡീസിന്റെ ജെന്റ്സിന്റെയോ? അപ്പൊ ഇത് ലേഡീസ് അല്ല സാധാരണ തയ്ക്കുന്ന, ജെന്റ്സും തയ്ക്കുമോ? ജനറേഷൻ മാറിയില്ല, എല്ലാവരും തയ്ച്ചിട്ടെ. അപ്പൊ ഈ സാധനം കണ്ടോ, എന്റെ മുഖത്തേക്ക് എടുത്തിട്ടെ. ഇവർ തയ്ച്ചുണ്ടാക്കിയ സാധനം. നീ എത്ര അടുത്തേക്ക് വരില്ലേ? എന്തേ അത്ര? എടാ നിന്റെ ഗ്ലാമർ നോക്കി നീ, നോക്കി നീ അജ്മൽ ഖാന്റെ ഗ്ലാമർ നോക്കി നീ. ഇവിടെ ഇരുട്ടാ. എടാ ഇത്
അടിപൊളി ക്യാമറ അല്ലേ? നമുക്ക് ഡ്രസ് ചെയ്ത് നോക്കാലോ. ഞാൻ നിന്നെ ഡ്രസ് ചെയ്യിപ്പിക്കണം. ഞാനല്ല, ആൾക്കാർ. നീ തന്നെ. ഞാൻ അതിൽ ഇവിടുന്ന് ഡ്രസ് ചെയ്യാൻ പോവുകയാണ്. കാരണം നമുക്കൊരു പരിപാടി ഉണ്ട്. പരിപാടിക്ക് പോകട്ടോ. ഞാൻ 10 മിനിറ്റ് കൊണ്ട് ഞാനല്ലാതായി മാറുന്ന ആ ഒരു സമയം കാണാൻ പറ്റും. ഓ, ഇവിടെ ഷൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് അണ്ടർവെയർ ഷൂസ് മുതൽ എല്ലാം വാങ്ങിയിട്ട് പോകാൻ പറ്റും. ഇതെന്താ മാല? ഇത് ആണുങ്ങളിടുന്ന മാല, പെണ്ണുങ്ങളിടുന്ന മാലടാ? ആ, ആണുങ്ങളിടുന്ന. അതാരിടുന്നത്? അങ്ങനത്തെ മാലയല്ലോ. ഞാൻ ഇടല്ല. ഷർട്ടൊക്കെ കുഴപ്പമില്ല. നിങ്ങൾ ഈ ദുബൈയിലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് കളക്ഷൻസ് ഉണ്ടോ? കാരണം എനിക്ക് ടൈമില്ല. ഷോപ്പ് ലൊക്കേഷൻ എവിടെയാണ് ഇത്? കരാമൽ എവിടെയാ? ബസ് സ്റ്റാൻഡിന്റെ അടുത്ത്. ബസ് സ്റ്റാൻഡ് ഇപ്പം ഞാൻ കാണിച്ചില്ല. ബസ് സ്റ്റാൻഡ് നേരെ ഇപ്പറാണ്. അപ്പം ഇതുപോലെ അടുത്ത് വരൂ. ക്യാമറ അടിപൊളിയാണുള്ളത്. സൂപ്പർ ക്യാമറ അല്ലേ ഇത്? ഞാൻ ക്യാമറ വാങ്ങിയിട്ട് രസമില്ലാന്ന് തോന്നിയിട്ട് ഞാൻ വിൽക്കാൻ വേണ്ടി നാട്ടിൽ കൊണ്ടിട്ട് 1 മാസം കൊണ്ടിട്ട് ഇപ്പം വരുമ്പോൾ ഗോപ്രോ എടുക്കാൻ മറന്നുപോയപ്പോൾ ഞാൻ ഈ ക്യാമറ ഒന്നും കൂടെ എടുത്തു വന്നു. എന്നിട്ട് അതിൽ സെറ്റിംഗ്സിൽ ചെറിയ മാറ്റം വരുത്തേക്കുമ്പോൾ ഭയങ്കര സംഭവം. അല്ല, ഇത് ഞാൻ വ്ളോഗ് തുടങ്ങിയാലോ? എന്നിട്ട് ഇതേപോലത്തെ ക്യാമറ അല്ല, അജ്മൽ ഖാനെ തുടങ്ങാൻ വേണ്ടി ഞാൻ വേറെ കാര്യം ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. അത് എന്താണെന്ന് കുറച്ചിട്ട് പറഞ്ഞോ. അപ്പൊ ഇതാണ് ഇപ്പോഴത്തെ എന്റെ കോലം. നോക്കോ, അണ്ടർവെയർ നോക്കോ. ഇതാണ് ഇപ്പോഴത്തെ എന്റെ കോലം. ഓക്കെ, ഇനി അജ്മൽ ഖാന്റെ ഷോപ്പിന്റെ ബർക്കത്ത് കൊണ്ട് എന്റെ കോലം എന്താണെന്ന് ഞാൻ കാണിച്ചാ. ഞാനങ്ങനെ അജ്മൽ ഖാൻ ആവാൻ പഠിക്കുകയാണ് ഗായ്സ്. അജ്മൽ ബ്ലാക്ക് ആണ്. അജുനെ പോലെ തന്നെ ആവണമെന്നുണ്ട്. ഞാനും ബ്ലാക്ക് ആണ് ഇപ്പം ശരിയാക്കുന്നത്. ഇവൻ ബ്രോ അന്ന് പേര് പറഞ്ഞോ? എൻ്റെ പേര് റഫീഖ്. നീ ഈ ഷോപ്പിൽ നിൽക്കേ? ഇവിടെ തന്നെ? ആര് നിങ്ങളാണല്ലോ പറഞ്ഞതല്ല? ഈ വീഡിയോ ചെയ്യുന്നത് എനിക്ക് 5000 ദിർഹംസ് തരുന്നു പറഞ്ഞിട്ടുണ്ട്. തന്നിട്ടില്ലെങ്കിൽ അടുത്ത വീഡിയോ കേട്ടോ ഗൈസ്. എന്നെ പറ്റിച്ചു ഗൈസ്. എന്റെ പേരെന്താ? റഫീഖ് അല്ലേ? ഈ കള്ള റഫീഖ് എന്നെ പറ്റിച്ചു ഗൈസ്. അടുത്ത വീഡിയോ നമുക്ക് ചെയ്യാട്ടോ. നിങ്ങൾ എങ്ങനെയുണ്ട്? ഇത് ഓക്കെയാണോ? അല്ലെങ്കിൽ ഇതിൽ മാറ്റങ്ങളൊക്കെ വരുത്താനുണ്ടോ? എങ്ങനെയുണ്ട്? ഓക്കെയാണോ? ഓക്കെയാണ്. അജ്മൽ ഖാൻ മനഃപൂർവ്വം എന്നെ ലോക്കലാക്കാൻ നോക്കുന്നുണ്ടോ എന്ന് ഓനായി ചിരിച്ചാൽ തന്നെ. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഷൂസ് വേണം. ഷൂസും കാര്യങ്ങളും വാങ്ങി അതും കൂടി ഫിറ്റ് ചെയ്യണം കേട്ടോ. സംഭവം ഒരു പരിപാടിക്ക് പോകുന്നതാണ്, അതുകൊണ്ടാണ് ഇതൊക്കെ വാങ്ങുന്നത്. വേറെ ഒന്നല്ല, നമ്മളൊരു പരിപാടിക്ക് പോകുമ്പോൾ നല്ല വൃത്തി പോകണല്ലോ. അപ്പോൾ എന്തായാലും നമ്മൾ നോർമൽ കോസ്റ്റ്യൂമിൽ പോകുന്നതിനേക്കാളും നമ്മൾ നല്ല കോസ്റ്റ്യൂംസ് വാങ്ങിയിട്ട് പോകാം. അപ്പോൾ ഇവിടെ ഞാൻ കണ്ടിടത്തോളം ടു ബി ഓണേഴ്സ് ഇവൻ്റെ കടയാണ്ട് പറയുന്നില്ല, കരാമയിൽ ഇത്രയും നല്ല ഒരു വെറൈറ്റി കളക്ഷൻസ് ഒരുപാട് കടകളുണ്ട്. പക്ഷേ ഇവർക്ക് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഫിറ്റിങ്സും കാര്യങ്ങളും കല്ലും അതും ഇതും ഡിസൈൻസ് ഒക്കെ അടിച്ചിട്ട് പോകാൻ പറ്റും. ഈ ഒരു വെറൈറ്റി കരാമൽ ഇവിടെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അക്കാര്യത്തിൽ ഈ ഷോപ്പ് അടിപൊളി. ഇത് പേരെന്താ? CLI ക്ലിഫി FFY ക്ലിഫി കേട്ടോ. ഇവിടെ പേര് കൊടുത്തിട്ടുണ്ട്. വോക്കർ വേണ്ട. ഇവനെ വിടുന്നില്ല കേട്ടോ. ഇവന് വേറെ 2-3 ജോഡി ഡ്രസ്സൊക്കെ ഇട്ട് ഇടുന്നുണ്ട്. കാരണം നമ്മളിത് മതി എന്ന് പറഞ്ഞാലും ഇവർക്ക് സാറ്റിസ്ഫൈ ആവുന്നവർ ഇവർ വിടില്ല. അങ്ങനെ അവർ പറഞ്ഞു വിടുന്നില്ല കേട്ടോ. അപ്പോൾ മൊത്തം മാറ്റി ഡ്രസ്സ് മാറ്റിയിട്ടുണ്ട്. എനിക്ക് ചിലപ്പോൾ കാണാൻ മേലെ എന്ത് വിലക്കാൻ തോന്നും. പക്ഷെ ഇവർക്ക് അത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് പറ്റും. അവരാണല്ലോ ഇവിടുത്തെ കുടികൾ. നിങ്ങൾ പറയാൻ എങ്ങനെയുണ്ട്? ഇവരുടെ ടേസ്റ്റ് എങ്ങനെയുണ്ട്? എൻ്റെ ടേസ്റ്റ് ഞാൻ പറയില്ല, ഞാനല്ല. സെലക്ഷൻ കംപ്ലീറ്റ് കളർ സെലക്ഷൻ. ഇപ്പം ചെരുപ്പാണെങ്കിലൊക്കെ അവർ തരും. നമ്മൾ വാങ്ങിക്കൊള്ള കവളോടോ പൈസയൊക്കെ പോവാം. കലാസ് അല്ല മതി. മുടി മുറിക്കാൻ പോകുമ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ഇതുവാണെന്ന് പറഞ്ഞില്ല. മുടി മുറിക്കുന്നവന് ഒരു കഴിവുണ്ടാവും. ഓന വഴിക്ക് വിട്ടുകൊടുത്താൽ മതി. നോക്കട്ടെ. ഓക്കെ, ഒന്ന് എടുക്കാൻ മറന്നു പറയാം. സോ അങ്ങനെ ഫൈനലി കഴിഞ്ഞു. ഫുൾ ബ്ലാക്ക് തീം ആട്ടിരുന്നു. നോക്കി കാലമൊക്കെ നല്ല അടിപൊളി ഷൂസും അതുപോലെ ബ്ലാക്ക് സോക്സ്, പാൻറ്, നല്ല ഫ്ലവർ ടൈപ്പ് ഓഫ് ഇതുണ്ട്. ഉള്ളിൽ ബ്ലാക്ക് ഷർട്ട് ഉണ്ട്. ഇവർ സ്റ്റൈലിഷൊക്കെ അവർ ചെയ്തു തരും. നമ്മൾ ഇങ്ങനെ നിന്ന് കൊടുത്താൽ മതി കേട്ടോ. വേറെ നമ്മൾ ചെയ്യണ്ട. ഇപ്പം എങ്ങനെയുണ്ട് ഇങ്ങോട്ടൊന്ന്? എൻ്റെ ആണോ ഞാനാണോ ഗ്ലാമർ? അജ്മലാണോ ഗ്ലാമർ? നിങ്ങൾ കമന്റ് ചെയ്യുന്നല്ലേ? അല്ലേ? സമ്മതിച്ചല്ലോ. സമ്മതിച്ചാ മതി. ഒന്ന് പ്ലീസ് എൻ്റെ പേരൊന്നിട്ടുണ്ട്. വേറെ ഒന്നും ഉണ്ടല്ലോ. എവിടെ പോലെ ഓന ഒന്നാം നമ്മളല്ല, നിങ്ങൾ എൻ്റെ ഫോളോവേഴ്സ് അല്ലേ? അവൻ്റെ അല്ലല്ലോ. അപ്പം നിങ്ങൾ ഇവിടെ പറയുന്നത് മല്ലുവാണ് ബെസ്റ്റ്, മല്ലുവാണ് ടോപ്പ്, മല്ലുവാണ് ഗ്ലാമർ. അജ്മൽ ഖാൻ വെറും സെക്കൻഡ് പ്ലേസ് മാത്രം. തൊടുമ്പം നിങ്ങൾക്ക് അതിൽ ടച്ച് ഫീൽ ഉണ്ടാവുമല്ലോ. തൊടുമ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ട്. ഇവര് ഇവിടുന്ന് മെറ്റീരിയൽസ് കൊണ്ടുവരുന്നത് ചൈനയിലെ ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്നതാണോ? പക്ഷെ ഒന്നും കുഴപ്പമില്ല. പിന്നെ ഒന്നാമത് ഈ പറഞ്ഞല്ലോ, ഇപ്പൊ ഇത് വാങ്ങിയിട്ട് ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും എംബ്രോയിഡറി വർക്കോ കാര്യങ്ങളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ മുകളിൽ കൊടുത്താൽ എത്ര ദിവസം കൊണ്ട് കിട്ടും? 4-5 days എടുക്കും. അപ്പം ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്ന പരിപാടിയുടെ അടുത്തേക്കാണ്. പിന്നെ ഈ വ്ളോഗും എൻ്റെ ഡ്രസ്സും തമ്മിലൊരു മാച്ച് ഉണ്ടാവില്ല. കാരണം ഞാനും നിങ്ങളും തമ്മിൽ ബന്ധം അങ്ങനെ ആയതുകൊണ്ട് തന്നെ
എത്ര എന്ത് ഡ്രസ്സ് ഇട്ടാലും എത്ര അടിപൊളി ഡ്രസ്സ് ഇട്ടാലും എന്തിട്ട് കഴിഞ്ഞാലും നമ്മളൊക്കെ സെയിം തന്നെ. സോ സത്യം പറഞ്ഞാൽ ഞാൻ ഇത്ര ഒരു കോൺഫിഡൻറ്റോട് ഡ്രസ്സ് ഇട്ടില്ല കേട്ടാ. ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സ് ഇടണോ നിങ്ങൾ പറ. അല്ല ഞാൻ സാധാരണ ആഫ്റ്റർ ഡ്രസ്സറും പാൻറ്റും ഇതൊക്കെയാണ് നമ്മൾ ഇടുന്നല്ലേ. നിങ്ങൾ പറ ഇങ്ങനത്തെ ഡ്രസ്സ് ഉണ്ടോ? ഇപ്പോൾ കണ്ണടയൊക്കെ ഇവർ തന്ന കണ്ണടയാണ്. പക്ഷേ ഇത് ഷോപ്പ് അടിപൊളി കേട്ടോ. തള്ളി മറിക്കുന്നതല്ല, സംഭവം അടിപൊളി ഷോപ്പാണ്. അജ്മലിനൊപ്പം ഇപ്പം എന്തായാലും കറാമേലെ അജ്മലിനൊപ്പം പിടിച്ചേക്കണമെന്നുണ്ടെങ്കിൽ പോട്ടെ. എന്നെ കൊണ്ട് ഇനി നമുക്ക് നല്ല അപ്പുറത്ത് പോവാ സ്ഥലമുണ്ട്. ആ കവർ വേണം. അജ്മൽ ഖാൻ്റെ വണ്ടി ഏതാ? സാധാരണ വണ്ടി. ഏതാ വണ്ടി ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കട്ടെ. വണ്ടിയൊന്നും വേണ്ട. നിങ്ങൾ പറഞ്ഞ ഇത് റേഞ്ച് റോവർ ഉണ്ട്. ഏതാ അജ്മൽ ഖാൻ്റെ വണ്ടി ഏതാ പറ? വണ്ടി ഇല്ല, റേഞ്ച് റോവർ ഇല്ല. നമ്മളെ ആൾക്കാർ വരാണ് വിൽക്കാൻ. അയ്യോ, അപ്പൊ ഇവരാണ് ഡിസൈനറാ ഞാനല്ല. ഇനി പേര് വന്നോ വീഡിയോയില്? ജബ്ബു ആണ്. ഇനിയിപ്പോ വീട് മൊത്തം ഇതിന്റെ പരസ്യമാണല്ലോ പഠിച്ചോനെ. അജ്മൽ ഖാൻ വല്ലതും തരുമോ? നിങ്ങൾ തരുമോ നീ? അപ്പോൾ അതെ നമ്മളെ മുത്ത് ബാഗൊക്കെ എടുത്ത് തൂക്കിയെടുത്തിട്ടുണ്ട്. ആ മുത്താട്ടോ ഇത് ചെയ്യാനാ. ഇതാണ് അജ്മൽ ഖാൻ്റെ വണ്ടി കേട്ടോ. നിസാൻ പെട്രോളാണ്. റിച്ച് കായ്. ഫുൾ കച്ചറയായിരിക്കും. കാരണം ഞാൻ നീ എത്രയാണ്? രണ്ടാമത്തെ ഹോം ആയതുകൊണ്ട്. എന്താണ് ഇത്? അലക്കണ്ട അണ്ടർവെയർ അടക്കലുണ്ടോ? ഒന്ന് എന്ത് ഡിക്കിയിലോക്ക് എന്ത് അത് ഇത്രയൊക്കെ ഐറ്റംസ് എന്ത്? അത് എപ്പോഴാ എവിടുന്ന് നിർത്തിയിട്ട് അടുത്ത സാധനം എടുക്കണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഓ അതെ, അപ്പോൾ എല്ലാം റൂമിലെ സാധനങ്ങളൊക്കെ വീട്ടിൽ തന്നെ വെച്ചേ. വീട്ടിലെ സാധനങ്ങളൊക്കെ വണ്ടി തന്നെ. ഇപ്പൊ ഇങ്ങനെ പാർക്ക് ചെയ്താല് അജ്മൽ ഇറങ്ങി നോക്കൂ. എടുത്തോ. നിസാൻ പെട്രോളാണ്. തട്ടിയാട്ടൊന്നും ഒച്ചയുണ്ടോ വേറെന്നുണ്ടല്ലോ. നോക്കിയേ, ഒരു വണ്ടി ഇവിടെ ടൈറ്റ് ആണ്. അതുപോലെ നേരെ മുമ്പിലൊരു വണ്ടി ടൈറ്റ് ആണ്. നോക്കടാ, പോവാ വണ്ടി ഇല്ല പോടാ. ഈ സാധനം തട്ടുമ്പോൾ മനസ്സിലാവൂടാ. അജ്മൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനി ചെറുതായി മുടി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അജ്മൽ ഖാൻ്റെ ഫോട്ടോഗ്രാഫറാണ്. അജ്മൽ ഖാൻ്റെ കറാമയിൽ മിനിമം ഒരു 50 ഫോട്ടോഗ്രാഫേഴ്സ്. കാണാൻ മുന്നേ ഒന്ന് കാണിച്ചെടുത്ത നമ്മൾ എൻ്റെ ഫോളോവേഴ്സിന് കാണിച്ചെടുക്കുക. എന്നിട്ട് പോയി എൻ്റെ അപ്പാ ആരായത് പോവാന്നല്ലേ കാണാമത്താ വണ്ടി എവിടെ ഉള്ളത്? അപ്പോൾ ഏതായാലും നമ്മളതിന് നേരെ വണ്ടി കയറിയിട്ട് നമ്മൾ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്കാണ്. പരിപാടി ഓവർ ഷൂട്ട് ചെയ്യില്ല, കുറച്ച് വിഷ്വൽസ് ഇവനെ കൊണ്ട് എടുപ്പിച്ചിടാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം കേട്ടോ. ക്യാമറ ഞാൻ തന്നെ മുത്തിനെടുത്ത് കൊടുക്കുകയാണ്. അജ്മുത്തെ എന്നെ പിടിച്ചോ. ഗൈസ്, ഇതാണ് നമ്മുടെ അജ്മൽ ഖാൻ്റെ സ്വന്തം ക്യാമറമാൻ. നമ്മൾ ആ ഇതിനോട് ഞാൻ കാണിച്ചല്ലോ, കാണിച്ചോ. ഇതിന് ഓൾറെഡി നമ്മൾ കാണിച്ചു നമ്മൾ മറ്റേ ബ്ലാക്ക് ഗോൾഡിൻ്റെ സീരീസിൽ. ഇപ്പം നമ്മളോട് വണ്ടിയുടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് പാർക്കിങ്ങിൻ്റെ ലോട്ട്. അപ്പോൾ നമ്മൾ അൽസീഫിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് ഇനോഗ്രേഷൻ. അജ്മൽ ഖാൻ യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർ കമൻറ്റ് ചെയ്യും. കാരണം നിങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് അജ്മൽ ഖാൻ എന്താണ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. ഞാൻ എല്ലായിടത്തും പോയി വ്ളോഗ് എടുക്കാറുണ്ട്. എഡിറ്റും ചെയ്യില്ല, അപ്ലോഡും ചെയ്യില്ല. അങ്ങനത്തെ കുഴിച്ചു മൂടാം വ്ളോഗിൽ. അതാണ് സത്യം കിട്ടും. മോർണിംഗ് ഓക്കെ ഹിന്ദി ഹിന്ദി ഹിന്ദി. ഞങ്ങൾ പരിപാടിൻ്റെ അടുത്തുള്ള കേട്ടോ. ഇത് കണ്ട് നിങ്ങൾ ഒരു ചെറിയൊരു ക്രൂസ് ഷിപ്പാണ്. ക്രൂസ് അല്ല, ചെറിയൊരു എന്താ പറയുക, ഇതിൻ്റെ പേരെന്താ? ബോട്ട്. ഇത് ബോട്ടാടാ. അജ്മൽ ഖാനെ തലനകത്തൊന്നുമില്ലേ? ഞാൻ കുറച്ച് ആൾക്കാരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓവർലോഡ് ആവോ ബ്രോ? ഒരു ഹായ് പറഞ്ഞോ നമ്മുടെ വ്ളോഗിൽ. ഹായ്. എന്തൊക്കെയുണ്ട്? സുഖമല്ലേ? ഫസ്റ്റ് ടൈം അല്ലേ എൻ്റെ വ്ളോഗിൽ വരുന്നത്? നിങ്ങളെ വ്ളോഗിൽ ഫസ്റ്റ് ടൈമാണ്, പക്ഷേ നിങ്ങളെ വ്ളോഗ് ഒരുപാട് കണ്ടിട്ടുണ്ട്. ഓ താങ്ക് യു. ഹലോ പ്ലീസ് യു ക്യാൻ ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് ടു മൈ ഫോളോവേഴ്സ്. Sukumano. My name is Yolo. I'm from Emirates and I'm with beautiful Malayalam company. ആക്ച്വലി പുള്ളി നമ്മളെ അജ്മലിൻ്റെ ചങ്കോശങ്കാണ്. അപ്പോൾ പുള്ളിക്ക് ഒരുപാട് മലയാളം ഫോളോവേഴ്സിന് വേണമെന്നുണ്ട്. എമിറാത്തിയാണ്. സോ ഞാൻ പറഞ്ഞു കേരളത്തിലോട്ട് പോകാൻ നമ്മളെ നാടൻ മീൻകറും ചോറൊക്കെ കഴിച്ച് നമുക്ക് ഒരു വർഷം കൂടി കഴിഞ്ഞിട്ട് ഡോണ്ട് ഗോ വിത്ത്
You can't go outside with celebrities. But with airplane, please. Private jet. അതല്ല ഇവന് ഇത്ര നേരം ബൈക്കിൽ പോയ കഥകളാണ് ആളോട് പറഞ്ഞോണ്ടിരുന്നത്. അപ്പൊ കേരളത്തിലേക്ക് പോകുമ്പോൾ ബൈക്കിൽ കൊണ്ടുപോകണ്ട, ഫ്ലൈറ്റിൽ വരുന്ന പറഞ്ഞത്. ഇവനറിയില്ല, ഇർഫാൻ ഖാൻ, അജ്മൽ ഖാൻ്റെ ബ്രദറാണ് കേട്ടോ. സംഭവം നല്ല വൈബാണ്, നല്ല കാറ്റൊക്കെ അടിച്ചിട്ട് നമ്മൾ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഇതേ കണ്ടില്ല, പുറകിൽ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്. ഇർഫാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ 1.5 മണിക്കൂർ നമ്മൾ ബോട്ടിലിരിക്കണം. എക്സ്ട്രാ ഉണ്ട് അല്ലേ? ഓരോ മണിക്കൂറിനും നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരു പാവം ചെക്കൻ എന്നെ കാണാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ എം സെയിങ്? Oh, good. He sing very well Hindi songs. Which song? Sing no? Movies, songs, whatever. Songs. Yeah. तू है मेरी किरण, तू है जादू तेरी नजर, खुशबू तेरा बदन, तू है अगर जाना अगर, तू है मेरी किरण. He only know the love songs, huh? Did you teach him? ഇവനാണ് നമ്മുടെ കൂട്ടത്തിലെ പഞ്ചാരക്കുട്ടൻ. മലയാളം പാട്ട് പോലും അറിയില്ല. സ്വന്തം അനിയനെ ട്രോളുന്ന ഏട്ടൻ മൂപ്പർ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. അത് സ്ഥിരം ഓക്കെ, എനിവേ നല്ല രീതിയിൽ നമ്മളിപ്പോൾ എൻജോയ് ചെയ്യുന്നുണ്ട്. സോ ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ഇവിടെ വ്ളോഗ് സ്റ്റോപ്പ് ചെയ്യാം ഒന്ന് വന്ന്. അപ്പം അജ്മൽ ഖാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഇതിന് കമൻറ്റ് ചെയ്യണം, എന്നെ ഫോളോ ചെയ്യണം, മറന്നു വരുത്. അതുപോലെ ഇവരാരും ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ എന്നെ ഫോളോ ചെയ്യണം, എനിക്ക് കമൻറ്റ് ചെയ്യണം. അജ്മൽ ഖാനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, അമീൻ മന്നാനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, ബ്രോൻ്റെ പ്രൊഫൈൽ ഞാൻ മെൻഷൻ ചെയ്യാം, ബ്രോനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇവനെക്കുറിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും മെൻഷൻ ചെയ്യണം. ഇവനെ കുറിച്ചിട്ടുണ്ടെങ്കിൽ ഇവനെ കുറിച്ച് മെൻഷൻ ചെയ്യണം, എല്ലാവരെ കുറിച്ചും. ഇവനും അജ്മലാണ് എൻ്റെ കൂടുതലാണ്. He's Ajmal. Okay, you have to say something in Arabic now. Yeah. Hana wallah. Anawalla. Hana wallah. ഹലോ അല്ല. അപ്പോൾ അവിടെ പാട്ടിട്ട് നല്ല കോപ്പി അടിക്കും. ഒരുപാട് തന്നെ സപ്പോർട്ട് ചെയ്യുന്ന അടിപൊളി വീഡിയോസ് കണ്ട് അടുത്ത എപ്പിസോഡ് കാണാം.